സുഹൃത്തുക്കളെ, നമ്മൾ സമ്പത്തിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമയമാണ്. ഈ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സമ്പത്തും കൊടുത്താൽ പോലും നമുക്കതിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അധ്വാനത്തിലൂടെ വീണ്ടും അത് നേടിയെടുക്കാൻ കഴിയും. സമയത്തിന്റെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നതിന്, നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് എവിടെയോ ഞാൻ വായിച്ചൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ മതിയാകും. ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ തന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ അവസാന നിമിഷം ട്രെയിൻ നഷ്ടപ്പെട്ട യാത്രക്കാരനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ നാം ഒരു അപകടത്തിൽ നിന്നും ഒരു മുടിനാഴിയേക്ക് രക്ഷപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. സർവശക്തനായ തമ്പുരാൻ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് 86,400 സെക്കൻഡുകൾ നിക്ഷേപിക്കുന്നു. അന്നേ ദിവസം അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ രാത്രി അത് ഇല്ലാതാകുന്നു. അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെ പറയാറുണ്ട്, സമയത്തെ കൊല്ലുന്നു എന്ന്. എന്നാൽ ഇത് ശരിയല്ല. യഥാർത്ഥത്തിൽ സമയം നമ്മളെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് മാറ്റിവെക്കുന്ന ശീലമുണ്ടല്ലോ, ഈ പ്രോക്രാസ്റ്റിനേഷൻ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. അത് നാം ഉപേക്ഷിക്കുക. നാളെ ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ഇന്നലെ എന്നുള്ളത് ഒരു ചരിത്രമാണ്, നാളെ എന്നുള്ളത് ഒരു രഹസ്യമാണ്. എന്നാൽ ഇന്ന് എന്നത് ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രസന്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇതായിരിക്കട്ടെ ഇന്നത്തെ സൂക്തം.